ഇന്നത്തെ എന്റെ വീഡിയോ 10th CBSE ബോർഡ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. 10th CBSE സ്റ്റുഡൻസിന് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ മാത്സ് ആണ്. അത് നടക്കാൻ പോകുന്നത് 2025 മാർച്ച് 10-നാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. CBSE പുറത്തുവിട്ട മാത്സ് സബ്ജക്റ്റിന്റെ മാർക്കിംഗ് സ്കീമും എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം അനുസരിച്ച് ഒരു എക്സാം എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ CBSE 2025 പുറത്തുവിട്ട മാത്സിന്റെ മാർക്കിംഗ് സ്കീം അനുസരിച്ച് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ 5 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സെക്ഷൻ A, B, C, D, E. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെക്ഷൻ Aയിൽ 20 ചോദ്യങ്ങളാണുള്ളത്. ഈ 20 ചോദ്യങ്ങളിൽ 18 ചോദ്യങ്ങൾ MCQവും 2 ചോദ്യങ്ങൾ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ മാർക്ക് വീതമാണ്. അങ്ങനെ 20 ചോദ്യങ്ങൾക്ക് 20 മാർക്കാണ്. ഇനി സെക്ഷൻ Bയിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അവിടെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമാണ്. ഇനി സെക്ഷൻ Cയിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. 6 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. സെക്ഷൻ Dയിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. സെക്ഷൻ Eയിൽ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ്. ഇനി ഈ മാർക്കിംഗ് സ്കീം അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം 1 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതേണ്ടത് ആദ്യം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ആ ഓപ്ഷൻ എഴുതുക. എന്നിട്ട് അതിന് നേരെയുള്ള ഉത്തരം എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ഉറപ്പാക്കാം. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഉദാഹരണത്തിന് ഈ കാണിച്ചിരിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ ഫൈനൽ ആൻസറിന് 1 മാർക്കും അതിന് മുമ്പുള്ള സ്റ്റെപ്സിന് 1/2 മാർക്ക് വീതവുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ചോദ്യത്തിനും സ്റ്റെപ്സിന് പ്രത്യേക മാർക്കാണ് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ 3 മാർക്കിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് കാണാൻ പറ്റുമല്ലോ. അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫിഗർ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫിഗർ വരയ്ക്കണം. കാരണം ഫിഗറിന് പ്രത്യേക മാർക്കുള്ളതാണ്. ഇവിടെ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഫിഗറിന് കൊടുത്തേക്കുന്ന വെയിറ്റേജ് 1 മാർക്കാണ്. ബാലൻസ് ചോദ്യങ്ങൾക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അടുത്തത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് 1 മാർക്ക് 1 മാർക്ക് 2 മാർക്ക് എന്നിങ്ങനെയാണ്. അതായത് ടോട്ടൽ 4 മാർക്കിൻ്റെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഓരോ സ്റ്റെപ്പിനും മാർക്ക് ഡിവിഷൻ ഉണ്ട്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ 1 മാർക്കാണ് വെയിറ്റേജ്. ആ 1 മാർക്കിൽ 1/2 മാർക്ക് ഇക്വേഷൻ എഴുതുന്നതിനും 1/2 മാർക്ക് അതിൻ്റെ ഫൈനൽ ആൻസറിനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 1 മാർക്ക് അവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ താഴത്തെ ക്വസ്റ്റ്യനിലും മാർക്കിൻ്റെ ഡിവിഷൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. കീ പോയിന്റ്സ് ടു റിമെമ്പർ. Wherever you have proof based or theorem based questions, write reasons in bracket given to prove, draw figure and construction. Proof അല്ലെങ്കിൽ theorem based questions എഴുതുമ്പോൾ നിങ്ങൾ റീസൺസ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൂഫുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും എഴുതുക. ക്വസ്റ്റ്യനിൽ എന്താണ് ഗിവൺ ഡേറ്റ അത് ഗിവൺ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അതിനെ ടു പ്രൂവ് എന്ന് പറഞ്ഞ് എഴുതുക. അതുപോലെ തന്നെ ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക. കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ എന്നൊരു സ്റ്റെപ്പ് എഴുതുക. ഫിഗറിനകത്തും കൺസ്ട്രക്ഷൻ കൃത്യമായിട്ട് കാണിക്കുക. അടുത്ത പോയിന്റ് ആണ് ഡു നോട്ട് ഫോർഗെറ്റ് ടു റൈറ്റ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. അതായത് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരത്തിന് ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് മറന്നു പോവാതെ എഴുതുക. അപ്പോൾ യൂണിറ്റ് എഴുതാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് ഓൾവേസ് റൈറ്റ് ദ ആൻസേഴ്സ് ആസ് പെർ ദ മാർക്കിംഗ് സ്കീം ഇഷ്യൂഡ് ബൈ CBSE. CBSE ഇഷ്യൂ ചെയ്ത മാർക്കിംഗ് സ്കീമിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അടുത്ത പോയിന്റ് ആണ് അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്.
എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്സ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സ്റ്റെപ്സിന് മാർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഇവാലുവേഷൻ ലിബറൽ ആകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു ചോദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് ലിബറൽ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ലീവ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്കറിയാവുന്ന രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം.